കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സിബിഐക്ക് മൊഴി നൽകാൻ ടിവികെ അധ്യക്ഷൻ വിജയ് ഉടൻ ദില്ലിയിലെ സിബിഐ ആസ്ഥാനത്ത് അദ്ദേഹം ഹാജരാകും. അതേസമയം വിജയെ മൊഴി രേഖപ്പെടുത്താൻ ദില്ലിയിലേക്ക് വിളിപ്പിച്ചതിൽ വിമർശനവുമായി ഡിഎംകെ രംഗത്തെത്തി. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് നേതാക്കൾ ചോദിക്കുന്നത്. നോബൽ മാരിക്കാരനും പി ആർ സുനിലും വിവരങ്ങളുമായി. ആദ്യം സുനിലേക്കാണ്. സുനിൽ, ഇപ്പോൾ സിബിഐ ആസ്ഥാനത്തേക്ക് വിജയെ വിളിപ്പിച്ചിരിക്കുകയാണ്. സിബിഐ വാഹനം പിടിച്ചെടുത്തു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ വേഗം നടപടികളിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടപടികളാണോ രാഷ്ട്രീയ സഖ്യത്തിനുള്ള സമ്മർദ്ദമാണോ എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. എന്താണ് അറിയാനാകുന്നത് സുനിൽ? സ്മൃതി, രണ്ട് സാഹചര്യങ്ങളുമുണ്ട്. ഏതായാലും വിജയ് ദില്ലിയിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഇവിടെ ലോധിയിലുള്ള സിബിഐ ആസ്ഥാനത്തേക്ക് വിജയ് എത്താൻ പോവുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ സിബിഐ ഒരുക്കിയിരിക്കുന്നത്. സിബിഐ ആസ്ഥാനത്തിന് മുന്നിലുള്ള റോഡിലെ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു. ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് എത്താൻ പോലും കഴിയാത്ത വിധത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതായാലും ഒരു വലിയ VIP പരിവേഷം വിജയ്ക്ക് ഇവിടെ സിബിഐ ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയത്തിനകം ഏതാണ്ട് 11:30 മണിക്കാണ് ഇവിടെ എത്തേണ്ട സമയം. ഈ കേസിലെ സാക്ഷിയാണ് വിജയ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഗൂഢാലോചന നടന്നു എന്നാണ് വിജയ് വലിയ ആരോപണമായി ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഗൂഢാലോചന എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഇന്ന് സിബിഐക്ക് മുമ്പിൽ വിജയ് നൽകാൻ ശ്രമിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2-3 വിഷയങ്ങളിൽ വിജയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നാണ് സിബിഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ നാമക്കലിൽ നടന്നിട്ടുള്ള റാലിക്ക് ശേഷമാണ് കരൂരിലേക്ക് വിജയ് എത്തിയത്. 7 മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയത്. അപ്പോൾ അതൊക്കെ തന്നെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കാലതാമസമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ CBI പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും വിജയിൽ നിന്ന് CBI ചോദിച്ചറിയുക. നേരത്തെ നമുക്കറിയാം TVKയുടെ വിജയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ സുപ്രീം കോടതി ഈ കേസ് CBIക്ക് വിട്ടത്. അപ്പോഴും ഈ കേസ് എന്തുകൊണ്ട് ചെന്നൈയിലെ CBI യൂണിറ്റ് അന്വേഷിക്കുന്നില്ല, ദില്ലിയിലെ CBI യൂണിറ്റ് അന്വേഷിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ TVKയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു എന്നൊക്കെയുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ TVKയുമായി BJP ഒരു സഖ്യത്തിനുള്ള നീക്കങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ചെന്നൈയിലെത്തിയപ്പോൾ ഇതിനൊക്കെയുള്ള ചില സൂചനകൾ നൽകിയിരുന്നു എന്നൊക്കെ ഉള്ള രാഷ്ട്രീയ വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് വിജയ് ദില്ലിയിലേക്ക് വരുന്നത്. ദില്ലിയിലെ CBI യൂണിറ്റ് ഈ കരൂർ ദുരന്തം അന്വേഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുള്ളത്. ഏതായാലും ഇന്ന് ഒരു ദിവസം മാത്രമായിരിക്കും ഒരുപക്ഷെ വിജയ് ദില്ലിയിൽ ഉണ്ടാവുക. പ്രത്യേക വിമാനത്തിലാണ് ചെന്നൈയിൽ നിന്ന് വിജയ് ദില്ലിയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് വിജയുടെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ചയക്കും എന്നുള്ള സൂചനകളൊക്കെ തന്നെയുണ്ട്. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച തന്നെയാണ് ഈ വിഷയമുണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വിജയുടെ TVK തമിഴ്നാട്ടിൽ എന്ത് ചലനമുണ്ടാക്കും, DMKക്കെതിരെ എന്ത് നീക്കം നടത്താൻ TVKക്ക് കഴിയും എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് തീർച്ചയായും ഈ കരൂർ വിഷയത്തിൽ ഇപ്പോൾ വിജയ് ദില്ലിയിലെത്തുന്നത്, CBIക്ക് മുമ്പിൽ ഹാജരാകുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ DMK അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണോ, എന്തൊക്കെയാണ് വിജയ് CBIക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. DMKയുടെ വിമർശനം എന്തിന് ഡൽഹിക്ക് വിളിപ്പിക്കുന്നു, എന്തുകൊണ്ട് ചോദ്യം ചെയ്യൽ തമിഴ്നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് DMKയുടെ പ്രസ്താവനയായി ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്? സ്മൃതി, തെരഞ്ഞെടുപ്പ് അടുത്ത നിൽക്കുന്ന സംസ്ഥാനമാണ്. TVK ഒരു വലിയ ശക്തിയായി തന്നെ അവിടെ വരും എന്നൊരു മുന്നറിയിപ്പുമുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ രൂക്ഷമായ പ്രതികരണം DMKയുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, കരൂരിലാണ് ദുരന്തം ഉണ്ടായത്. പിന്നെ എന്തുകൊണ്ട് CBI ഈ ചോദ്യം ചെയ്യാനടക്കം ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നു എന്ന ചോദ്യം ഇതിൽ സജീവമായി തന്നെ DMK നേതാക്കൾ ചോദിക്കുന്നു. മറ്റെന്തെങ്കിലും നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടാണോ ഈ ദില്ലി സന്ദർശനം, ദില്ലിയിലേക്ക് വിളിപ്പിച്ചുള്ള ചോദ്യം ചെയ്യൽ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ സംശയിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJP TVK ഒരു അലയൻസ് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മുഖ്യമന്ത്രി വിജയ് ആക്കുകയാണെങ്കിൽ ആരുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് നേരത്തെ തന്നെ TVK വ്യക്തമാക്കിയതാണ്. ആ പശ്ചാത്തലമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് ദില്ലിയിൽ നടത്തി ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ DMK സജീവമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഈ വിഷയത്തിൽ നേരത്തെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെത്തി ചർച്ചകളൊക്കെ നടത്തിയ സാഹചര്യമുണ്ട്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയ സാഹചര്യമുണ്ട്. TVKയുടെ വികസനം, വളർച്ച എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ ഇപ്പോഴത്തെ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. DMK TVK മത്സരത്തിനാണ് അവിടെ കളമൊരുങ്ങി
വരികയും ചെയ്തു. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ ദില്ലിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ DMK ചില സംശയങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു നീക്കം, രാഷ്ട്രീയ നീക്കം വിജയ് BJP തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റു തരത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും DMKയ്ക്കുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ദില്ലിയിലെ ചോദ്യം ചെയ്യലിലെയും ദില്ലിയിലെ അന്വേഷണത്തെയും ശക്തമായി തന്നെ DMK എതിർക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ നടന്നൊരു കേസാണെങ്കിൽ അത് അവിടെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ ദില്ലിയിൽ ഇരുന്നല്ല ഇതിന് അന്വേഷണം നടത്തേണ്ടത് എന്നാണ് ഇപ്പോൾ DMK ഇതിൽ വാദമായി ഉന്നയിക്കുന്നത്. സ്മൃതി. ശരി, PR സുനിലും നോബിൾ മാരിക്കാരനുമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.